ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെഡിയാക്കിയാലോ? വളരെ എളുപ്പത്തിൽ വീട്ടിൽ എപ്പോഴും കാണുന്ന 2-3 ചേരുവ മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നിട്ട് വേണേ കണ്ടു നോക്കാനായിട്ട്. തീർച്ചയായും ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നു. എന്നാൽ ശരി, വേഗം വീഡിയോ കണ്ടു നോക്കാം. ഇപ്പം ഞാനിവിടെ വെള്ളക്കടല കുതിർത്തിട്ടുണ്ടായിരുന്നു രാത്രിയിൽ നിന്ന്. ഇപ്പം ഞാനൊരു അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വേവിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനെ ജാറിലോട്ട് ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് തരിപ്പായിട്ട് പൊടിച്ച് വരാം. നല്ല നൈസായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഇപ്പോൾ 2 പ്രാവശ്യം പൾസ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കടലയാകുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കായപ്പൊടി ചേർക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ തന്നെ ഗരം മസാല. ഇതെല്ലാവരും വീട്ടിൽ കാണുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകോ ചതച്ച മുളകോ ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് 1 ടീസ്പൂൺ വരെ ചേർക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇതിനെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിലോട്ട് ചേർക്കുന്ന 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. വീണ്ടും ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. നമുക്കിതിലോട്ട് കടലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ആദ്യം ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ ചേർക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. പിന്നെ ഒരല്പം മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ഇതിന് പകരം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില എടുക്കാം. ഇനി കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1 സവാളയാണ് തിന്നായിട്ട് കട്ട് ചെയ്തത്. ഇതേപോലെ സ്ലൈസർ ഉണ്ടെങ്കിൽ സ്ലൈസറിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് വീണ്ടും ഒന്നും കൂടി മിക്സാക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ കൈ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല. ഈ സവാളയിൽ നിന്നൊക്കെ ഈ വെള്ളം വരും. അപ്പോൾ വെള്ളം ചേർക്കാതെ വേണം ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പിൽ ആക്കി കൊടുക്കാം. എല്ലാം ഇതേപോലെ ഷേപ്പിലാക്കി വെക്കാം. അങ്ങനെ ഞാൻ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കണം. കാരണം ഇതിൽ വേവിക്കാത്ത കടലയാണല്ലോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, വെന്തും കിട്ടത്തില്ല. അതിൻ്റെ പേരിലാണ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടാൻ പറയുന്നത്. ഇതിലിട്ട് ഉടനെ തന്നെ ഒന്ന് ഇളക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. തിരിച്ചിടണ്ട, ഒന്ന് മിക്സാക്കിയതിന് ശേഷം അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കളറൊന്ന് ചേഞ്ചായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. തീ ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ റെഡിയായിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തീർച്ചയായും എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നല്ല ക്രിസ്പിയാണ്. ഇത് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, വെറൈറ്റി അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.